ഇനീഷ്യലി നാസർക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ആൾ പറഞ്ഞത് നമുക്കൊരു ബിസി ലൈഫിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ ഹോം, അല്ലാതെ നമുക്ക് അവിടെയും നമുക്ക് കുറേ എലമെൻറ്റ്സ് കുറേ കൊണ്ടുവരണ്ട, എല്ലാം പീസ്ഫുൾ ആയിരിക്കണം, എല്ലാം സെറ്റിൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാസർക്കൊക്കെ ഒരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ, അതും കർമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഹായ്, ദിസ് ഇസ് ആർക്കിടെക്ട് സൻസിഷ റെപ്രസെൻറ്റിംഗ് കർമ്മ ഡിസൈൻ ആർക്കിടെക്ചർ. നാസർക്കയും കർമ്മയും തമ്മിലുള്ള ബന്ധം കുറേ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ നാസർക്കയ്ക്ക് ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി നമ്മൾ അത്രയും വാല്യുബിൾ ക്ലയൻ്റാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ദ ജൈൻറ്റ് സ്റ്റെയർ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരും അതുതന്നെയായിരുന്നു, ദ ജൈൻറ്റ് സ്റ്റെയർ. ആ ജൈൻറ്റ് സ്റ്റെയർ എത്രത്തോളം നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമെന്ന് നമ്മൾ മാക്സിമം ഇപ്പോൾ ക്ലയൻ്റായിട്ടും നമ്മുടെ കോൺട്രാക്ടേഴ്സായിട്ടൊക്കെ നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാക്സിമം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം കയറി വരുന്ന ഏരിയയാണ്. അപ്പോൾ അതിനെ നമ്മൾ എത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്നോ അത്രയും ബ്യൂട്ടിഫുൾ ആക്കണം എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു, ഈവൻ ദോ ഞങ്ങളുടെയും റിക്വയർമെൻ്റ് ആയിരുന്നു. സോ അതിൻ്റെ താഴെ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് നമ്മളതൊരു സിറ്റിംഗ് പ്ലേസ് ആക്കി. സിറ്റിംഗ് പ്ലേസ് ഇൻ ദ സെൻസ് നമ്മൾ അതിലും ഓർഗാനിക് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജൂട്ട് കൊണ്ട് ഉള്ള ഒരു ചെയേഴ്സും അതുപോലെ റഗ്ഗൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് അത് അത്രയും മനോഹരമാക്കിയിട്ടുള്ളത്. ഈവൻ ദോ പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സ് നമുക്കൊരു ഇൻഡോർ ഫുള്ളി ഫേർണിഷ്ഡ് ഒരു കോർട്ട്യാർഡ് നമുക്കിവിടെ ഇല്ല. പക്ഷേ ഈ പ്ലാന്റ്സിൻ്റെ എലമെൻറ്റ്സ് കൊണ്ട് നമുക്കത് മാക്സിമം അത് ബ്യൂട്ടിഫുൾ ആക്കാനും പറ്റി. നമുക്ക് ആ ഒരു ഏരിയ അത്രയും മനോഹരമായിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ആർട്ടാണ് നമുക്ക് അവിടെ പുറത്തുള്ളൊരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. ക്ലയൻറ്റിന് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു പോർഷനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് അവർ ബിസി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് അവരുടെ ഒരു സോളിറ്റ്യൂഡ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു സ്പേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊരു ഓപ്പൺ കോർട്ട്യാർഡ് ആക്കിയതാണ്. പക്ഷേ അവിടെ വരുന്ന ഓരോ ചെടിയാണെങ്കിലും ഓരോ പോട്ടാണെങ്കിലും ഓരോ സീറ്റിംഗ് ആണെങ്കിലും അത് ക്ലയൻറ്റും നമ്മളും കൂടിയും പോയി ചൂസ് ചെയ്യുമ്പോഴും ക്ലയൻറ്റിന് അറിയില്ലായിരുന്നു അത് അത്രയും മനോഹരമായിട്ട് വരുന്നൊരു ഏരിയ ആണ് എന്നുള്ളത്. ഒരൊറ്റ സ്ട്രെച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിവിങ്, പാസേജ്, ഡൈനിങ്, പാൻട്രി ആൻഡ് കിച്ചൺ അതെല്ലാം ഒരൊറ്റ ലീനിയർ ലെങ്ത്തിലാണ് നമുക്ക് വരുന്നത് ആസ് ഇൻ പ്ലാൻ. അത് ഓപ്പണും ആണ്, പക്ഷേ ചില സമയത്ത് നമുക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് വലുതായിട്ട് കുറേ കളേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ സെറ്റിലായിട്ടുള്ള വളരെ ചുരുക്കം കളേഴ്സും കുറഞ്ഞ വാൾപേപ്പേഴ്സും മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ ഓരോ വ്യക്തികളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് ഓരോ ബെഡ്റൂമും സെറ്റ് ചെയ്തേക്കുന്നത്.
ബെഡ്റൂംസിന് കൂടുതൽ പ്രൈവസി കൊടുത്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പർ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കുറേ കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ മോളുടെ പ്രിഫറൻസിൽ നമ്മൾ ചെയ്തതാണ്. വുഡൻ തീമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവിടെ കുറച്ച് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിച്ച് റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ വാൾനട്ട് കളേഴ്സാണ് എല്ലാ വുഡൻ ഷെയ്ഡ്സിനും യൂസ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡീപ്പ് കാംനെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഡീപ്പ് കാംനെസ്സിന് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ മാക്സിമം കേർട്ടൻസിലും അതുപോലെ തന്നെ ചില ഫേർണിച്ചേഴ്സിലും നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപററി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രം ദ ഗേറ്റ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ ടീക്ക് വുഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ ഒരു പോർഷൻ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടും ഒരു പോർഷൻ നമ്മൾ ട്രഡീഷണൽ സ്ലോ പ്രൂഫായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാൽക്കണീസ് ആണെങ്കിലും പിന്നെ കോർട്ട്യാർഡിൽ യൂസ് ചെയ്തേക്കുന്ന എയറോകോൺ പാനൽസ് ആണെങ്കിലും ടോട്ടലി നമ്മളൊരു ട്രഡീഷണൽ കം കണ്ടംപററി ഡിസൈൻ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് മാക്സിമം പറ്റിയിട്ടുണ്ട്. 2021 ഞാനൊരു പുതിയ വീട് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വരുന്നത്. അങ്ങനെ എൻ്റെ കൂടെ ഒരുപാട് കാലം ഞങ്ങൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജംഷിക്ക് വിനയേട്ടൻ്റെ അടുത്തും സംഗതി പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് കാര്യമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഫാമിലി 4 മക്കളും ഞങ്ങൾ 2 പേരുമാണ്. അപ്പോൾ പിന്നെ വാപ്പയും ഉമ്മയുണ്ട്. അപ്പോൾ അവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരുപാട് വലുതല്ലാത്തൊരു വീട് സൗകര്യത്തിൽ നല്ല ഇൻറ്റീരിയർ ചെയ്തിട്ട് ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ബെഡ്റൂംസ് നല്ല പ്രൈവസി വേണം. അധിക വീടുകളിലും പോയിരുന്നാൽ ഡൈനിങ് ഹാളിൽ ഇരുന്നാൽ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ കാണാറധികം. അപ്പോൾ അത് പരമാവധി എനിക്ക് പ്രൈവസി വേണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്ത് തന്നു. ഞാനും ഫാമിലിയും എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്.